കിള്ളിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം കണ്ണിയമ്പുറം. അപ്പോൾ ഇന്നത്തെ യാത്ര കിള്ളിക്കാവിലേക്കാണ് കേട്ടോ. ഈ വരുന്ന ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് ഇവിടുത്തെ പൂരം ഉള്ളത്. അപ്പോൾ അവിടെ ഒന്ന് തൊഴുകാൻ പോയി ഇങ്ങനെ നമ്മൾ കാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാ നമ്മുടെ കാവ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാവ് പറമ്പ് അല്ലെങ്കിൽ കാവിൻ്റെ ആ മുറ്റമൊക്കെ ഇതാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വരുന്ന വഴി എന്ന് പറയുന്നത്. ഇനി അങ്ങനെ നമുക്ക് നേരെ താഴെ ഇറങ്ങാം, അല്ലെങ്കിൽ അത് മോൾ സൈഡിലായിട്ട് നമുക്ക് വണ്ടി നിർത്താനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ മോൾ ഭാഗത്തായിട്ടാണ് വണ്ടി നിർത്തിയത്. അപ്പോൾ ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്കിവിടെ കിട്ടും. ഇങ്ങനെയാണ് കാവിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ അടുത്തൊരു ഗ്രൗണ്ട് വരുന്നത്. ഇനി ഇതിൻ്റെയും മുകളിലായിട്ട് കുറച്ച് മോൾ ഭാഗത്തായിട്ടാണ് അടുത്തൊരു ഗ്രൗണ്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ വലത്ത് വയ്ക്കുമ്പോഴാണ് നമ്മുടെ പറ പുറപ്പെടാനുള്ള നമ്മുടെ ആനേനെയൊക്കെ ഗംഭീരമായിട്ട് അവിടെ കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല രസം തോന്നിയപ്പോൾ അതും ഒന്ന് വീഡിയോ എടുത്തു നമ്മൾ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പുറത്ത് കൂടെ വന്ന സമയത്താണ് കുളം ശ്രദ്ധയിൽപ്പെട്ടത്. നല്ല വലിയൊരു കുളമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ 4 വശവും നല്ല രീതിയിൽ തന്നെ മതിൽ കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളം അത്ര പോരാ തോന്നുന്നു. കാരണം കടവുകൾ ഇഷ്ടം പോലെ ഉണ്ട്, കുളിക്കാനുള്ള കടവുകൾ ഓരോ ഭാഗത്തായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇറങ്ങി കുളിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് കുറച്ച് നീറ്റായിട്ട് ഇരിക്കുന്നത്. അല്ലാത്ത സ്ഥലത്തൊക്കെ ചെറുതായിട്ട് പായലൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നല്ല വലിയൊരു കുളം തന്നെയാണ്. അപ്പോൾ നമ്മൾ കാവിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വീണ്ടും തൊഴുത് വന്നതിന് ശേഷം ഒന്ന് വന്നപ്പോഴാണ് നമ്മൾ നേരത്തെ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായി നിന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആനക്കുട്ടൻ ഇങ്ങനെ അതാ പട്ടിയും പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നതിന് ശേഷം ആളെ ഇവിടെ നമ്മൾ ആ ഒരു ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പട്ടയൊക്കെ അവിടെ ഇട്ടതിന് ശേഷം കാവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം മെല്ലെ സ്റ്റെപ്പൊക്കെ ഉണ്ട് അവിടെ, ഒരു 4-5 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം മെല്ലെ ആന ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദേശത്തും പറ എടുക്കുന്ന സമയത്ത് ആനയുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്ന ആന ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുക. പ്രദക്ഷിണം വെച്ചിട്ട് ഒരു സൈഡിൽ അവിടെ നിർത്തും. എന്നിട്ട് അതിന് ശേഷമൊക്കെയാണ് നമ്മൾ പറ ചൊരിയലൊക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ബാക്ക് സൈഡിൽ കൂടെ വലത്ത് വെച്ച് വരുന്ന ആനക്കൊമ്പനെ നമ്മൾ കാണില്ലേ. കൊമ്പനല്ല കേട്ടോ, ഇത് കൊമ്പില്ലാത്ത ആനയാണ്. കൊമ്പില്ലാത്ത ആനയാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് ആ ഭാഗത്താണ് നിർത്തിയിരിക്കുന്നത്. ഇനി അവിടെ അതിനെ നിർത്തിയതിന് ശേഷമാണ് ഇവിടെ പറയ്ക്കും അപ്പയ്ക്കും എല്ലാം പറകളൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി മെല്ലെ പറചൊരിയിലൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നെല്ലൊന്നും കൊട്ടി വെച്ചിട്ടില്ല. അപ്പോൾ ഈ സൈഡിലായിട്ട് ഈ കാണുന്നതാണ് കേട്ടോ മുകളിലത്തെ കാവ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോഴുള്ള ചിത്രം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഭാഗത്താണ് നമ്മൾ വഴിപാട് ചീട്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ എല്ലാം പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓഫീസും കാര്യങ്ങളും പറചൊരിയലിനൊക്കെ മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ കൗണ്ടറാണ്. ഇതാണ് നമ്മുടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ്. കൂത്തുമാട നേരെ ഓപ്പോസിറ്റായിട്ട്, അതായത് ദേവിമാരുടെ പ്രതിഷ്ഠയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇന്നലെയൊക്കെ നല്ല അടിപൊളി പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിൻ്റെ വേണ്ട അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് വെറുതെ ഒന്നിങ്ങനെ ഇതാണ് അഗ്രശാല. അപ്പോൾ ചെറിയ രീതിയിൽ കല്യാണങ്ങളൊക്കെ ഇവിടെ നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ ആ സദ്യയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലവും ചെറിയ സ്റ്റേജൊക്കെ ആ ഭാഗത്താണുള്ളത്. അപ്പോൾ ഏറ്റവും ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ആ ഒരു വ്യൂ ആണിത് കാണുന്നത്. അപ്പോൾ മുകളിലെ കാവും ഉണ്ട്, താഴത്തെ കാവും ഉണ്ട്. ഇനി നമ്മളങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വഴിയാണ്, അതായത് കറക്റ്റ് ഇത് റോഡ് പറയുകയാണെങ്കിൽ കിള്ളിക്കാവിൻ്റെ റോഡ് എന്ന് പറയുന്നത് മെയിൻ പാലക്കാട് പട്ടാമ്പി റൂട്ട് തന്നെയാണ്. അവിടെ വള്ളുവനാട് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് ഇതാണ് മിനി സിവിൽ സ്റ്റേഷൻ ഒറ്റപ്പാലത്തെ. അപ്പോൾ ആ ഒരു റോഡിലൂടെ നേരെ വന്നു കഴിഞ്ഞാലാണ് നമുക്കിവിടെ എത്തുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത പരിപാടികൾ നോക്കണ്ടേ. നമ്മൾ ഇന്നലെ ഉണക്കാനിട്ട ആ ഒരു മുളകാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഉണക്കിയപ്പോൾ ഒന്നാമത്തെ ദിവസം കുറച്ച് പച്ചയും അതുപോലെ തന്നെ ആ കളറൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ കളറ് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ അതേ തൈരിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മൾ പയറ് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം കവറിലാക്കിയിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കവറിലാക്കി എടുത്ത് വെച്ചപ്പോഴാണ് ഓർമ്മ നിങ്ങൾക്കത് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതാണിപ്പോൾ വേഗം ഈ കവറിൽ നിന്ന് എടുക്കാനുള്ള കാരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. 1 കിലോ പയറ് വാങ്ങിയിട്ട് നമ്മൾ കൊണ്ടാട്ടമാക്കി എടുത്തപ്പോൾ ആകെ ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1/4 കിലോ അത്രയൊക്കെ ഉണ്ടാവാൻ വഴിയുള്ളൂ, അല്ലെങ്കിൽ ഒരു 400 ഗ്രാം അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ.
അപ്പോഴാണ് നമ്മുടെ അടുത്ത അരിക്കൊണ്ടാട്ടത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഓർഡർ നമുക്ക് 1.5 കിലോ അരിക്കൊണ്ടാട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓർഡർ കൊടുത്തതിനനുസരിച്ച് ഞാൻ തൂക്കി മാറ്റി വെച്ചതാണ്, അളന്നെടുത്ത് മാറ്റി വെച്ചതാണ്. അതാണെങ്കിൽ 2 കവറിലാക്കി വെച്ചത്. നന്നായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം 1 കിലോ ആയിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മുടെ 1/2 കിലോൻ്റെ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പാക്ക് ആക്കിയിട്ടില്ല, ജസ്റ്റ് തരം തിരിച്ചൊന്ന് കവറിലാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചെടുത്തത്. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു കവറും കൂടി കാണിക്കുക. അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ. 1/2 കിലോൻ്റെ ആണെങ്കിലും നല്ലൊരു വെയിറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് ഒപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ രണ്ടും ഉണങ്ങി കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നല്ല വെയിലുള്ള സമയവും ടെറസിൻ്റെ മുകളിലൊക്കെ ആണെച്ചാൽ നമുക്ക് ആകെ 2 ദിവസം തന്നെ ഈ പരിപാടി കഴിയും. അപ്പോൾ 1.5 കിലോ അരി ഇട്ട സമയത്ത്, അല്ലെങ്കിൽ 6 നാഴി അരി ഇട്ട സമയത്ത് നമുക്ക് 1 കിലോവും 650 ആണ് കാണിച്ചത്, 650 ഗ്രാമും. അപ്പോൾ 1.5 കിലോ ഇട്ടപ്പോൾ ഏകദേശം അതേ തൂക്കത്തിന് തന്നെ നമുക്ക് കൊണ്ടാട്ടം കിട്ടിയെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചട്ടി അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായി വരുന്ന നേരം കൊണ്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കൊണ്ടാട്ടമൊക്കെ വറക്കുന്ന സമയത്ത് നന്നായിട്ട് പൊരിഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എണ്ണയിൽ വേണം വറക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എണ്ണ കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചായിട്ട് വറുത്തെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു പിടി കൊണ്ടാട്ടം മാറ്റി വെച്ചതാണ് ഇങ്ങനെ വറക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് ചൂടായിട്ട് ശേഷം മാത്രമേ നമുക്ക് കൊണ്ടാട്ടത്തിലേക്ക് ഇട്ടാൽ നന്നായി പൊരിഞ്ഞ് കിട്ടുള്ളൂ. എണ്ണ നന്നായിട്ട് മൂക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടാട്ടമൊക്കെ കല്ലിച്ച പോലെ ആവും. കറക്റ്റായിട്ട് അത് മൊരിഞ്ഞ് വരിക, ക്രിസ്പായിരിക്കും, ഒന്നും ചെയ്യില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് ചെയ്യുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടാവണം. എന്നിട്ട് അത് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് തീ താഴ്ത്തിയാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ കൊണ്ടാട്ടം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, അത് നന്നായിട്ട് പൊരിഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഇവിടെ ചേർത്തിട്ടുണ്ടാക്കിയത് കൊണ്ടാണ് ഈ ഒരു ബ്രൗൺ നിറം നമുക്ക് കാണുന്നത്. ഇനി ഈ ഒരു നിറവും വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, എരിവിന് പച്ചമുളക് അരയ്ക്കുമ്പം നമ്മൾ അരച്ച് ചേർത്താൽ മതി. ഇവിടെ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു നിറം വന്നതെന്ന് മാത്രമേ ഉള്ളൂ. ചില ആളുകൾക്ക് നല്ല തൂവെള്ള കൊണ്ടാട്ടമാണ് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ആ ഒരു മുളക് അവിടെ യൂസ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തു. എന്തായാലും നമ്മളൊന്ന് കഴിച്ചും കൂടി നോക്കണം. ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാം കറക്റ്റാണെന്ന് നമുക്ക് പറയണമല്ലോ. അപ്പോൾ നന്നായിട്ട് നല്ല ക്രിസ്പായിട്ട് കേട്ടോ, സൂപ്പറായിട്ട്. ചൂടൊക്കെ ഉണ്ട്, എണ്ണയിൽ നിന്ന് വറുത്ത് കോരിടം തന്നെ വായിലിട്ടതാണ്. പക്ഷെ എന്നാലും നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇതൊക്കെ ചെറിയ രീതിയിലെ സംരംഭങ്ങളായിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലേറ്റ് കുറച്ച് വറുത്ത് എല്ലാവരും ടേസ്റ്റ് നോക്കിയപ്പോഴേക്കും എല്ലാവർക്കും തികയാതെയായി. അപ്പോൾ എന്നാൽ ബാക്കി ഒരു പിടിയും കൂടി ഉണ്ട്, അതും കൂടി അങ്ങോട്ട് വറുത്തളയാ വിചാരിച്ചു. അതേപോലെ തന്നെ മുന്നത്തെ വീഡിയോസ് കാണാത്ത ആളുകളുടെയും തീർച്ചയായിട്ടും ഒന്ന് കാണുക. പിന്നെ ഒരുപാട് മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മുടെ നാടൻ ഐറ്റംസും കുറച്ച് മോഡേൺ ഐറ്റംസിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് ആ വീഡിയോസ് കൂടി ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഒരു സെക്ഷനും കൂടിയിട്ട് നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. കാരണം ഇതുണ്ടാക്കി വെക്കുന്നേ അറിയുള്ളൂ, പിന്നെ പ്ലേറ്റ് കാലിയാവുന്ന അറിയില്ല. കാരണം എല്ലാവരും ഇരുന്ന് ഇങ്ങനെ കഴിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് വയറ് നിറയുന്ന പോലെയും തോന്നും കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് പയറ് കൊണ്ടാട്ടം കൂടി ഒന്ന് വറുത്ത് കാണിച്ചിട്ടാണ് വിചാരിച്ചത്. അരിക്കൊണ്ടാട്ടത്തിൻ്റെ അത്ര പോലും വേവില്ല, ജസ്റ്റ് ഇടേണ്ട താമസം തന്നെ അത് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പുതിയ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ കമോൺ, എല്ലാവരും വന്ന് ഒരുമിച്ച് കൂട്ടായി മുന്നേറാം. അതേപോലെ തന്നെ വേനൽക്കാലം നല്ല വിവേകത്തോട് ഉപയോഗിച്ചുകൊണ്ട് മഴക്കാലത്ത് കഞ്ഞിക്ക് അസലായിട്ട് കൊണ്ടാട്ടം കൂട്ടി ഇങ്ങോട്ട് അടിക്കാം. ഓക്കെ.